നമുക്കൊരു കുട്ടി യാത്ര കണ്ടിട്ട് വന്നാലോ? അങ്ങനെ ദേ ഒരു 2:45, 3 മണി സമയത്ത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിനും കാത്തിരിക്കുക. പിന്നെ ആ ഒരു കാത്തിരിപ്പ് ഒരു 4:30, 4:45 സമയം വരെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. ട്രെയിനിൽ കയറി കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ പരിപാടി ഒരു കപ്പ് കാപ്പി വാങ്ങാന്നുള്ളതായിരുന്നു. ട്രെയിനിൽ കയറിയ കാപ്പി അത് നിർബന്ധം. അതും നല്ല വാട്ടക്കാപ്പിയായിപ്പോയി. അങ്ങനെ കുറച്ച് നേരം നമ്മൾ കിടന്നുറങ്ങി. എണീറ്റ് വന്നപ്പോഴത്തേനും നേരൊക്കെ വെളുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബുക്ക് എടുത്ത് കുറച്ച് നേരം വായിച്ചു. അപ്പോഴത്തേനും നമ്മുടെ അടുത്ത കാപ്പി വന്നു. അങ്ങനെ ആ കാപ്പിയും കുടിച്ച് നമ്മളിങ്ങനെ ആത്മസംതൃപ്തി അണഞ്ഞപ്പോഴത്തേനും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്നിറങ്ങി നേരെ ചെന്നത് ഒരു തട്ടുകടയിലോട്ടാ. ഇതിനെയൊക്കെ അവിടെ അപ്പം എന്നാ പറയുന്നതെന്ന് കേട്ടു. എൻ്റെ ഭാഗ്യത്തിന് ആകെ ഒരൊറ്റ അപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരൊറ്റ അപ്പവും കൂടെ കഴിച്ചിട്ട് ഞാനങ്ങ് നടക്കാൻ തുടങ്ങി. തിന്നയല്ലേ, എന്നാ പിന്നെ ദഹിക്കുന്നവരൊന്നും നടക്കാം. അല്ലാതെ ഓട്ടോ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല. അങ്ങനെ കുറേ നടന്ന് 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 നമുക്ക് ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓട്ടോയിൽ നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് വിട്ടു. ഈ യാത്രയ്ക്ക് നമുക്ക് മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ കാര്യം ഓൾറെഡി ഞാൻ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യത്തിലോട്ടാണ് നമ്മളീ പോകുന്നത്. നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ഒരു കടയുണ്ട്. എൻ്റെ പൊന്നോ! ഇത്ര അഫോർഡബിൾ റേറ്റിൽ ഇത്ര അടിപൊളി കളക്ഷൻസ് വേറെ എവിടെയും കിട്ടില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. അത്യാവശ്യം നല്ലൊരു ഷോപ്പിംഗ് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. 10 മണിക്ക് കയറിയ ഞാൻ 3 മണിക്ക് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ 2 വലിയ കവറൊക്കെ നിറച്ച് നമ്മൾ ബസ്സിന് വേണ്ടി കാത്തിരിപ്പായിരുന്നു. ഏറെക്കുറെ ഇന്നത്തെ ദിവസത്തിൻ്റെ പകുതിയും കാത്തിരിപ്പ് തന്നെയായിരുന്നു. അമ്മാതിരിയാണ് ഞാൻ പല സ്ഥലത്തും കട്ട പോസ്റ്റായത്. ബസ്സിൽ കയറിയപ്പോഴും ഒരു മാമൻ ഇത് കൊണ്ടുവന്ന് നീട്ടിയപ്പോൾ കൈയോടെ ഞാനതങ്ങ് മേടിച്ച്. കാരണം രാവിലത്തെ ഒരു അപ്പം അല്ലാതെ വേറെ ഒന്നും എൻ്റെ വണ്ടിയിൽ ചെന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഉച്ചയൂണൊക്കെ ഏറെക്കുറെ ഇതെന്ന് തന്നെ പറയായിരുന്നു. അങ്ങനെ നമ്മൾ ഒടുവിൽ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ. ടാറ്റാ.